نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവൻ വിധേയപ്പെടുത്തിയും തഖ്വയോടുകൂടി ജീവിത അവസാനം വരെ നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉറപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി റൂഹ് പിരിയുന്നത് വരെയും നിലനിൽക്കാൻ, അതുവഴി മുസ്ലിമായി മരിക്കാൻ, നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, എല്ലാറ്റിനും അപ്പുറം അല്ലാഹു നാളെ മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ ആയുസ്സിൽ ഒരു റമദാനിലും കൂടി പൂർണ്ണമായി അനുഭവിക്കാൻ റബ്ബ് നമുക്കൊക്കെ അവസരം നൽകി. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത്. എല്ലാ സൽക്കർമ്മങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. റബ്ബിനോട് അതിന്റെ പേരിൽ തന്നെ നമ്മൾ നന്ദിയും കടപ്പാടും ധാരാളമായി കാണിക്കേണ്ടതുണ്ട്. നമുക്കറിയില്ലായിരുന്നു റമദാനിന്റെ ആരംഭത്തിൽ നമ്മൾ റമദാൻ അവസാനിക്കുന്നത് വരെ അവശേഷിക്കുമോ ഇല്ലയോ എന്നും. പക്ഷെ റബ്ബ് നമ്മോടൊക്കെ ഔദാര്യം കാണിച്ചു. നമ്മുടെ ആയുസ് അല്ലാഹു നേടി തന്നു. നമുക്ക് അല്ലാഹു ആരോഗ്യവും നിലനിർത്തി തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ ആവർത്തിക്കാനുള്ള അവസരവും ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരണീയമായ മാസത്തിൽ ഒരുപാട് അമലുകൾ നിർവഹിച്ചതിൻ്റെ ആത്മനിർവൃതിയോടുകൂടി ആത്മസംതൃപ്തിയോടുകൂടിയാണ് അല്ലാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പടച്ച റബ്ബ് റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റമദാനിന്റെ നമ്മൾ നേടിയെടുത്ത ജീവിത വിശുദ്ധി അത് റമദാനിന് ശേഷവും നിലനിർത്തിക്കൊണ്ടു പോകുന്നിടത്താണ് റമദാൻ നമ്മെ ഗുണപരമായി സ്വാധീനിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുക. റമദാനിൽ നമ്മൾ എന്ത് ചെയ്തു എന്നതല്ല, റമദാനിന് ശേഷം നമ്മൾ എങ്ങനെയാണ് എന്നതാണ്. റമദാൻ നമുക്ക് വിജയമാണോ
പരാജയമാണോ എന്ന് വിലയിരുത്താനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്. റമദാനിന്റെ അനുകൂലമായ അന്തരീക്ഷത്തിൽ, ആ ഒരു ആത്മീയതയുടെ അന്തരീക്ഷത്തിൽ ധാരാളം അമലുകൾ ചെയ്തവരാണ് നമുക്ക്. ധാരാളം നമസ്കരിച്ചിട്ടുണ്ട്, ഫർളുകൾക്ക് പുറമെ സുന്നത്തുകളും അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സക്കാത്തിന് പുറമെ സദക്കകളും ധാരാളമായി നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്തും ഖിറാഅത്തും മാത്രമല്ല, ഹിഫ്ളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പള്ളിയിലും നമുക്ക് സാധ്യമാകുന്ന സമയം ചെലവഴിച്ചവരായിരിക്കും. പരമാവധി തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത പാലിച്ച നാളുകളായിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ പകലിരവുകൾ. പക്ഷെ റമദാൻ നമുക്കറിയാമല്ലോ, നോമ്പിന് ജഡവും ആത്മാവും ഉണ്ടല്ലോ. നോമ്പിന്റെ ജഡം എന്ന് പറയുന്നത് പകലിൽ അന്നപാനീയങ്ങളും ഭോഗവികാരങ്ങളും ഒക്കെ നിയന്ത്രിക്കുക എന്നതാണ്. അതിനെയാണ് നമ്മൾ നോമ്പ് എന്ന് പറയുക. പക്ഷെ അത് നോമ്പിന്റെ ജഡം മാത്രമാണ്. നോമ്പിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അള്ളാഹു വിലക്കിയതിൽ നിന്നൊക്കെയും വിട്ടു നിൽക്കുക എന്നതാണ്. അരുതായ്മകളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുക എന്നതാണ്. അതും കൂടി ഉൾപ്പെടുമ്പോഴാണല്ലോ നോമ്പ് യഥാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണതയിൽ ആവുക എന്ന് നമ്മൾ പഠിച്ചത്. കേവലം ആമാശയ നോമ്പുകാരാവരുത് എന്നും ആശയപരമായ നോമ്പുകാരാകണം എന്നും നമ്മൾ തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് തന്നെയാണ് നമ്മുടെ റമദാൻ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ നോമ്പിന്റെ ജഡം മാത്രമാണ് അവസാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ശവ്വാലപ്പൊളി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ റമദാനിന്റെ ജഡം മാത്രമാണ് അവസാനിച്ചിട്ടുള്ളത്. റമദാനിന്റെ ആത്മാവ് അവസാനിച്ചിട്ടില്ല. റമദാനിന്റെ ആത്മാവിന് മരണമില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകണം. ആ ആത്മാവ് എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹു വിലക്കിയതിൽ നിന്നൊക്കെ വിലക്കിയതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനുള്ള ഇച്ഛാശക്തിയാണ്. അതിനുള്ള ഒരു പരിശീലനത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ആ ഒരു വർക്ക്ഷോപ്പിലായിരുന്നു നമ്മൾ റമദാനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ വർക്ക്ഷോപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയകരമായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നത് റമദാനിൽ നമ്മൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തെല്ലാം അമലുകൾ ചെയ്തിരുന്നു എന്ന് നോക്കിക്കൊണ്ടല്ല, റമദാനിന് ശേഷം വരുന്ന ശവ്വാലിലും ദുൽഖഅദിലും ദുൽഹജ്ജിലും മുഹറമിലും സഫറിലും ഒക്കെ നമ്മൾ എങ്ങനെ എന്ന് നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു ജാഗ്രത, ആ ഒരു കരുതൽ, റമദാനിൽ നമ്മൾ സ്വീകരിച്ചിരുന്ന ആ ഒരു ജാഗ്രത തുടർന്നുള്ള ജീവിതത്തിൽ കണിശമായി പാലിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ഷഅബാനിനേക്കാളും മികച്ച ശവ്വാൽ, ഷഅബാനിനേക്കാളും മികച്ചതാകണം നമ്മുടെ ശവ്വാൽ. ശവ്വാൽ മാത്രമല്ല, നമ്മുടെ ദുൽഖഅദും ദുൽഹജ്ജും മുഹറം ഒക്കെ. അപ്പോഴാണ് റമദാൻ നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോ റമദാൻ കഴിഞ്ഞ് ഏകദേശം ഒരു 4 പകല് പിന്നിട്ട് കഴിഞ്ഞു നമ്മൾ, അല്ലെ? ശവ്വാലിലെ കഴിഞ്ഞ 3-4 ദിവസത്തെ നമ്മളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ? കഴിഞ്ഞ 4 ദിവസത്തെ മാത്രം നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് നമ്മോട് തന്നെ ഒരു ആത്മപരിശോധന നടത്താൻ കഴിയണം. 10-29 പകലിരവുകളിൽ പടച്ചവനുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തിയിട്ട്, അങ്ങനെ ആത്മീയമായ കരുത്ത് നേടിയിട്ട്, ആ കരുത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടേണ്ടിയിരുന്ന റമദാന് ശേഷമുള്ള കഴിഞ്ഞ 4-5 ദിവസങ്ങളിൽ എത്രത്തോളം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആത്മീയമായ കരുത്ത്. ആ കരുത്താണല്ലോ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അള്ളാഹുമായി നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ആഴത്തിലുള്ള ബന്ധം, അതാണല്ലോ നമ്മുടെ ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ അതാണല്ലോ നമ്മുടെ പാഥേയം. ജീവിതത്തിൽ നമ്മൾ ഇനി ബഹളമായ ജീവിതത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിയുമ്പോൾ നമുക്ക് ഈ അള്ളാഹുവിന്റെ മാർഗത്തിനും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാനുള്ള ക്യാപിറ്റൽ അതാണല്ലോ. അതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയണം. 1 മാസത്തെ പരിശീലനത്തിലോ നേടിയെടുത്ത നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം പലപ്പോഴും നന്മയുടെ നൈരന്തര്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. നന്മകളുടെ നൈരന്തര്യം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇബ്ലീസിന് പലപ്പോഴും നമ്മളെ പിടികൂടാൻ നമ്മൾ തന്നെ അവസരം ഉണ്ടാക്കുന്നു എന്നതാണ്. കഴിഞ്ഞ റമദാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ പിശാചിന് ഒരു പഴുതും നൽകിയിരുന്നില്ല. ഇബ്ലീസിന് നമ്മെ കീഴ്പ്പെടുത്താനുള്ള ഒരു അവസരവും നമ്മൾ റമദാനിൽ നൽകിയിട്ടില്ല. പകലിൽ നമ്മൾ നോമ്പുകാരായിരുന്നു, രാത്രിയിൽ നമ്മൾ പള്ളിയിലും പിറ്റേ ദിവസത്തെ നോമ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലും ഉറക്കത്തിലുമായിരുന്നു. ഉറങ്ങുന്നത് പോലും
നിശ്ചിത സമയത്ത് നമ്മൾ നിശ്ചയിച്ച നേരത്ത് ഉണരാനുള്ള നിയ്യത്തോടു കൂടിയായിരുന്നു. അതുകൊണ്ട് പകലും രാവും നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിന് വിധേയപ്പെട്ട അവസ്ഥയിലായിരുന്നു. നമ്മുടെ നന്മയുടെ വലയിൽ ഒരു ഗോള് പോലും അടിക്കാൻ ഇബ്ലീസിനെ നമ്മൾ അനുവദിച്ചിരുന്നില്ല. റമദാനിൽ പിശാചിനെതിരെ, ഇബ്ലീസിനെതിരെ, അവന്റെ കൂട്ടാളികൾക്കെതിരെ പഴുതടച്ച പ്രതിരോധമായിരുന്നു നമ്മുടെ. പകൽ നോമ്പെടുത്തും ഫർദ് നമസ്കാരങ്ങൾ പള്ളിയിലെത്തി നിർവഹിച്ചും ഐച്ഛികമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടും പരിശുദ്ധ ഖുർആനുമായി നമ്മൾ സഹവസിച്ചും പടച്ചവനോടുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചും നമ്മുടെയൊക്കെ മനസ്സും ശരീരവും ഒക്കെ ദിക്റുള്ളയിൽ കഴിച്ചുകൂട്ടിയ നാളുകളാണ് കടന്നുപോയത്. എന്നാൽ നമ്മൾ അറിയണം, ഇബ്ലീസ് ഒരിക്കലും പിന്തിരിയുകയില്ല, ഇബ്ലീസ് ഒരിക്കലും പിൻവാങ്ങുകയില്ല, ഇബ്ലീസ് ഒരിക്കലും അവന്റെ പണി നിർത്തുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇബ്ലീസ് അവന്റെ പ്രവർത്തനങ്ങളുമായി ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ട്. പടച്ചവനും ഈമാനും മുഅ്മിനുകളും ഒക്കെ യാഥാർത്ഥ്യമായതുപോലെ ഈ ഇബ്ലീസിന്റെ യാഥാർത്ഥ്യവും നമ്മൾ അംഗീകരിക്കണം. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം ഇബ്ലീസുമായി നടത്തുന്ന ഒരു സംഭാഷണം ചരിത്രത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇബ്ലീസ് യഹ്യാ നബിയോട് പറയുന്നുണ്ട്, മനുഷ്യരെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട്, ഞങ്ങളുടെ ലിസ്റ്റിൽ 3 വിഭാഗം മനുഷ്യരുണ്ട്. ഇബ്ലീസ് യഹ്യാ അലൈഹിസ്സലാമുമായി നടത്തുന്ന സംഭാഷണത്തിൽ പങ്കുവെക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ 3 വിഭാഗം മനുഷ്യരുണ്ട്. അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് താങ്കളെ പോലുള്ള പാപസുരക്ഷിതരാണ്. പ്രവാചകന്മാർക്ക് ഇസ്മത്ത്, മഅസിയത്ത്, പാപസുരക്ഷിതത്വം ലഭിച്ചവരാണ്. ഞങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാവലും കരുതലും സംരക്ഷണത്തിലുമാണ് അവർ കഴിഞ്ഞു പോകുന്നത്. ഇതാണ് ഒരു വിഭാഗം മനുഷ്യർ. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കയ്യിലെ കളിപ്പാട്ടങ്ങൾ പോലെയാണ്, അല്ലെങ്കിൽ മക്കളുടെ കയ്യിലെ പന്ത് പോലെയാണ്, റബ്ബർ പന്ത് പോലെയാണ്. അവരെ ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തട്ടിക്കളിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് അവരെ യഥേഷ്ടം കൈകാര്യം ചെയ്യാവുന്നവരാണ്. അത്തരം ആളുകൾ റമദാനിലും ഉണ്ടാകും. നമ്മൾ കണ്ടതാണ്, വാർത്തകളിൽ നമ്മൾ കേട്ടതാണ്, പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്. റമദാനിന്റെ ആത്മീയ വസന്ത കാലഘട്ടത്തിൽ പോലും മയക്കുമരുന്ന് ഇടപാടുകൾ പിടിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലുള്ള മുസ്ലിം പേരുകൾ ധാരാളമായി നമ്മൾ കണ്ടവരാണ്. അപ്പോ ഈമാനിന്റെ കണികയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനെയൊക്കെ ജ്വലിപ്പിക്കാനും അതിനെയൊക്കെ ത്വരിപ്പിക്കാനുമുള്ള എല്ലാ ആത്മീയമായ അന്തരീക്ഷവും ഒരുക്കപ്പെട്ടിട്ട് പോലും ആ ഒരു സാഹചര്യത്തെ പോലും പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയ പരമ നിർഭാഗ്യവാന്മാർ എന്ന് അത്തരം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കയ്യിലിട്ട് തട്ടിക്കളിക്കാവുന്ന, യഥേഷ്ടം ഇബ്ലീസിന് ഏത് സാഹചര്യത്തിലും പ്രയോജനപ്പെടുത്താവുന്ന ആളുകളും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഇതാണ് ഇബ്ലീസ് പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം മനുഷ്യർ. മൂന്നാമതൊരു വിഭാഗത്തെ കൂടി ഇബ്ലീസ് പറയുന്നുണ്ട്. അവർ ഞങ്ങൾക്കേറെ പ്രയാസമുണ്ടാക്കുന്നവരാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവരെ ഞങ്ങൾ സമീപിക്കും, തെറ്റുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ പ്രേരിപ്പിക്കും, ഫിത്നയുണ്ടാക്കാനും അവരെ കീഴ്പ്പെടുത്താനും ഞങ്ങൾ ശ്രമിക്കും. ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് തോന്നും അവരെ ഞങ്ങൾക്ക് കിട്ടുമെന്നും. ഏകദേശം ഞങ്ങളുടെ ആ പ്രലോഭനത്തിന്റെയും ഞങ്ങളുടെ ആ പ്രീണനത്തിന്റെയും ഒക്കെ ആ വലയിലൊക്കെ അവരിങ്ങനെ ഏകദേശം പെട്ടു എന്ന് ഞങ്ങൾക്ക് തോന്നും. പക്ഷേ അപ്പോഴേക്കും അവർ അള്ളാഹുവിനെ ഓർക്കും. എന്നിട്ട് അവർ അള്ളാഹുവിൽ അഭയം തേടും. ഞങ്ങളിൽ നിന്ന് തന്നെ അവർ അള്ളാഹുവിനോട് അഭയം തേടും. പിന്നെ അവർ പാശ്ചാത്തപിക്കും. അവർക്ക് സംഭവിച്ച വീഴ്ചകൾ ആലോചിച്ച് അവർ അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കും. അപ്പോൾ ഞങ്ങളുടെ പരിശ്രമം വെറുതെയാകും. പക്ഷെ ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ പണി തുടർന്നുകൊണ്ടിരിക്കും. അവർ അവരുടെ നിലപാടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. അവരിൽ ഞങ്ങളുടെ ആഗ്രഹം നടക്കുകയുമില്ല, എന്നാൽ ഞങ്ങൾ അവരിൽ ഒരിക്കലും നിരാശരാവുകയുമില്ല. നമ്മൾ ഈ 3 വിഭാഗത്തെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ അധിക ആളുകളും ഈ മൂന്നാമത്തെ വിഭാഗത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ പിശാച് നമ്മളെ പ്രേരിപ്പിക്കും പലതും ചെയ്യാൻ വേണ്ടി, പല പ്രലോഭനങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കും, പല അരുതായ്മകളിലേക്കും നമ്മളെ അടുപ്പിക്കാനുള്ള പല പണികളും അവൻ ചെയ്യും. അങ്ങനെ നമ്മളൊക്കെ പിശാചിന്റെ വലയിൽ പെട്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ സന്ദർഭത്തിൽ നമ്മളിലുള്ള ദീനീബോധം ഉണരുകയും ഉയരുകയും അള്ളാഹുവിനെ നമ്മൾ ഓർക്കുകയും അങ്ങനെ പിശാചിനോട് നമ്മൾ നോ പറയുകയും ചെയ്യും. നമ്മൾ പടച്ചവനിലേക്ക് തിരിച്ചു വരും, നമ്മൾ പാശ്ചാത്തപിക്കും. അപ്പൊ പിശാച് നിരാശനാകും. പക്ഷെ പിശാച് ഒരിക്കലും പിന്തിരിയുകയില്ല. ഞങ്ങൾക്ക് അവരെ കിട്ടുകയുമില്ല, എന്നാൽ ഞങ്ങൾ പ്രതീക്ഷ അവസാനിച്ചിട്ടുമില്ല, ഞങ്ങളുടെ ഒരു കാര്യത്തിൽ നിരാശരുമല്ല. അപ്പൊ പിശാചിന് പിടികൊടുക്കാതിരിക്കുകയും എന്നാൽ പിശാചൊരിക്കലും പിന്മാറാതിരിക്കുകയും ചെയ്യാത്ത വിഭാഗത്തിലായിരിക്കും പ്രിയമുള്ളവരെ നമ്മളിൽ അധിക പേരും ഉണ്ടാവുക. ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പാപവും സംഭവിക്കാത്ത,
അങ്ങനെയുള്ള മഅസൂമിങ്ങളിലൊന്നുമല്ല മനുഷ്യർ അധികം ആളുകളുമുള്ളത്. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് അർഹരായി തീരുന്ന ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും മത്സരിച്ച് മുന്നേറാൻ ആവശ്യപ്പെടുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഉഅദ്ദത്തിൽ മുത്തഖീൻ, ആ സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ സവിശേഷ സ്വഭാവ ഗുണങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, കുറെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽകാദിമീനൽ ഗൈദ വൽആഫീന അനിന്നാസ്, അല്ലേ? കോപം അടക്കി നിർത്തുന്നവരും ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവരും രഹസ്യത്തിലും പരസ്യത്തിലും ക്ഷാമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കുന്നവർ, ഇങ്ങനെ അവരുടെ ജീവിത രീതികളെ പറ്റി പറഞ്ഞിട്ട് അതിന്റെ ഒടുക്കത്തിൽ അല്ലാഹു പറയുന്നുണ്ട് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. അവരിൽ വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, വല്ല വൃത്തികേടും അവർ സംഭവിച്ചാൽ, ഔ ളലമു അൻഫുസഹും, സ്വന്തത്തോട് തന്നെ അവർ അതിക്രമം പ്രവർത്തിച്ചു പോയാൽ, ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കും. അവരുടെ ദീനി മനസാക്ഷി ഉണരും, അവരുടെ ഈമാൻ സടകുടഞ്ഞ് എഴുന്നേൽക്കും. ദക്കറുല്ലാഹ്, അങ്ങനെ അവർ അല്ലാഹുവിനെ ഓർക്കും. വസ്തഗ്ഫറു ലിദുനൂബിഹിം, തങ്ങൾക്ക് സംഭവിച്ച പാപത്തിൽ അവർ പടച്ചവനോട് പാപമോചനം നടത്തും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ അല്ലാഹുവിനേക്കാൾ പുറത്തു കൊടുക്കുന്നവൻ ആരുണ്ട് എന്ന് അതിനുശേഷം അത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പാപവും തെറ്റും ചെയ്യാത്ത പ്രകൃതത്തിലല്ല മനുഷ്യനെ അല്ലാഹു പടച്ചിരിക്കുന്നത്. അങ്ങനെ പടക്കപ്പെട്ട സൃഷ്ടികൾ മലായിക്കത്തുകളാണ്. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, കൽപ്പിച്ചത് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കൽപ്പന ധിക്കരിക്കാനുള്ള സ്കോപ്പ് അവരുടെ സൃഷ്ടിപ്പിലില്ല. അത് മലക്കുകളുടെ പ്രകൃതമാണ്. അപ്പൊ മനുഷ്യ പ്രകൃതത്തിൽ തന്നെയുള്ള ഈ അരുതായ്മകളിലേക്ക് അടുക്കാനുള്ള ഈ പ്രവണത, പക്ഷെ ഈ പ്രവണതയെ തിരുത്താനും അതിജീവിക്കാനും മറികടക്കാനുമുള്ള ലമ്മത്തുമ്മിനൽ മലായിക്ക, മലക്കുകളുടെ ഭാഗത്തുള്ള ഒരു പ്രേരണ, ഈമാനിന്റെ ഒരു തേട്ടം, പടച്ചവനുമായി നമ്മൾ ഉണ്ടാക്കിയ ഒരു ആത്മബന്ധം, അതുവഴി നേരത്തെ പറഞ്ഞ ദക്കറുല്ലാഹ്, അങ്ങനെ പിശാചിന്റെ പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പടച്ചവനെ ഓർക്കാനും ആ പിശാചിനെ നിരാശപ്പെടുത്തുവാനും കഴിയുന്നിടത്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ഇസ്ലാമിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നല്ല ജാഗ്രത. ഈ റമദാനിന്റെ അനുകൂലമായ അന്തരീക്ഷത്തിൽ അള്ളാഹുമായി നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ആഴത്തിലും പരപ്പിലുമുള്ള ഒരു ഗാഢമായ ഒരു ബന്ധമുണ്ടല്ലോ, ഈ ബന്ധമാകുന്ന ഈ അള്ളാഹുമായി നമ്മൾ ഉണ്ടാക്കിയ ഈ ആത്മബന്ധമാകുന്ന ഈ ക്യാപിറ്റൽ, ഈ മൂലധനം പ്രയോജനപ്പെടുത്തുവാൻ ഇനിയുള്ള നാളുകളിൽ നമ്മൾ ജാഗ്രത കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ നൽകിയ മുന്നറിയിപ്പുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. നമ്മൾ ആരും സ്വയം വിശുദ്ധരായി ചമയേണ്ടതില്ല. എനിക്ക് എന്നെ കുറിച്ച് അമിതമായ ആത്മവിശ്വാസവും ഉണ്ടാകേണ്ടതില്ല. അല്ലെ? ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഫലാ തുസക്കു അൻഫുസകും ഹുവ അഅലമു ബിമനിത്തഖ. നിങ്ങൾ ആരും സ്വയം വിശുദ്ധി നടിക്കേണ്ടതില്ല. അല്ലാഹുക്കറിയാം ആരാണ് വിശുദ്ധരെന്ന്. പടച്ചവനറിയാം ആരാണ്. സൂറത്തുൽ നജ്മിലെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, മനുഷ്യനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയാം അല്ലാഹുവിന്. അവന്റെ ദൗർബല്യങ്ങളെ കുറിച്ച് അറിയാം. എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്ന് അല്ലാഹുക്ക് നന്നായി അറിയാം. നമ്മുടെ പരിമിതികൾ എന്താണെന്ന് പടച്ചവൻ അറിയാം. നമ്മുടെ ദൗർബല്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളവനാണ് അല്ലാഹു. ഈ ആയത്തിലും ഇതിനെ തൊട്ടുമുള്ള ആയത്തിലും അല്ലാഹു 2-3 തവണ ആവർത്തിച്ച് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ വല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിമൻ ഇഹ്തദ. അല്ലാഹുക്കറിയാം അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് ആരാണ് മാറി സഞ്ചരിക്കുന്നത്. പടച്ചവന്റെ വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കുന്നവർ ആരാണ് എന്ന് അല്ലാഹുക്കറിയാം. വഹുവ അഅലമു ബിമൻ ഇഹ്തദ. പടച്ചവന്റെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ ആരെന്നും അല്ലാഹുക്ക് നന്നായി അറിയാം. ഇതിനു മുമ്പുള്ള 30-ാമത്തെ ആയത്തിലാണ്. ഈ ആയത്തിന്റെ തന്നെ തുടക്കത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഹുവ അഅലമു ബിക്കും ഇദ് അൻശഅകും മിനൽ അർളി വഇദ് അൻതും അജിന്നത്തും ഫീ ബുത്തൂനി ഉമ്മഹാതിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ ഭ്രൂണമായിരുന്നപ്പോഴും അവൻക്ക് നിങ്ങളെ നന്നായി അറിയാം. അപ്പൊ പടച്ചവന്റെ അറിവിന് അതീതരല്ല നമ്മുടെ സകല സംഗതികളും. നമ്മുടെ എല്ലാ ശക്തി ദൗർബല്യങ്ങളും കൃത്യമായി അറിയുന്ന അല്ലാഹു നമ്മോട് പറയുകയാണ്, വലാ തുസക്കു അൻഫുസകും ഹുവ അഅലമു ബിമനിത്തഖ. നിങ്ങളാരും സ്വയം വിശുദ്ധരായി ചമയേണ്ട കാര്യമില്ല. അല്ലാഹുവിനറിയാം ആരാണ് അവന്റെ മാർഗത്തിൽ ചലിക്കുന്നവരെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, അമിതമായ ആത്മവിശ്വാസം നമ്മളെ അപകടത്തിൽ കൊണ്ട് ചാടിക്കരുത് എന്നാണ്. അമിതമായ ആത്മവിശ്വാസം നമ്മെ അപകടത്തിൽ കൊണ്ട് ചാടിക്കരുത് എന്നാണ്. പടച്ചവൻ നമുക്ക് അല്ലാഹു നിർണയിച്ച വഴിയിലൂടെ അവന്റെ സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോകാൻ ആവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ മാത്രമല്ല,
അത് അവഗണിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകളെ മുഖവിലക്കെടുത്തുകൊണ്ട് പിശാചുമായുള്ള പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കാനും സകല പൈശാചികതകളെയും പരാജയപ്പെടുത്തുവാനും എനിക്കും നിങ്ങൾക്കും കഴിയണം. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സൂറത്തുൽ ബഖറയിൽ 208-ാമത്തെ ആയത്തിൽ മുഅ്മിനുകളെ എന്ന് വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനുകളെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണ്, അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ അംബിയ മുർസലുകളിലും ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ആഖിറത്തിലും അതുപോലെ തന്നെ മലായികത്തുകളിലും ഖദറിലും ഖദായിലും ഒക്കെ വിശ്വസിക്കുന്നവരെ എന്നാണല്ലോ വിളി. അങ്ങനെയുള്ള മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണമെന്നാണ്. മുഅ്മിനുകളാണ് എന്ന് വാദിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. എന്തുകൊണ്ടാണ് അള്ളാഹു ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കണം, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ എന്ന് ഖുർആനിലൂടെ അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നെന്ന് ചോദിച്ചാൽ, ഈമാനും മുഅ്മിനുകളും ഇവിടെ ഉള്ള കാലത്തോളം ഇബ്ലീസും ഇവിടെ ഉണ്ടാകുമെന്നത് കൊണ്ടാണ്. അതാണ് അതിന്റെ തുടർച്ചയിൽ പടച്ചവൻ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ എന്ന് പറയുന്നത്. പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. പടച്ചവനുള്ള അനുസരണത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന പിശാചും അവന്റെ കൂട്ടാളികളും അന്ത്യനാൾ വരെ നിങ്ങളുടെ കൂടെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കൂടെയുണ്ട്. അന്ത്യനാൾ വരെ അവൻ അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പം അള്ളാഹുവിനുള്ള അനുസരണത്തിൽ സമർപ്പണത്തിൽ പൂർണ്ണമായും പ്രവേശിക്കുക എന്ന കൽപ്പനയുടെ തൊട്ടുടനെയാണ് വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഞാനിതിന് മുമ്പും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സന്ദർഭം അതിന് വളരെ അനുയോജ്യമായതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നിന്ന് എവിടെയൊക്കെ അകന്നു പോകുന്നുണ്ടോ, നമ്മുടെ ജീവിത മേഖലകളിൽ എവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനുള്ള സമർപ്പണത്തിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിക്കുന്നുണ്ടോ, അവിടെയൊക്കെ നമ്മുടെ ഇമാം ഇബ്ലീസും അവന്റെ കൂട്ടാളികളുമായിരിക്കും. അവിടെയൊക്കെ അള്ളാഹുവിൽ നിങ്ങളെ അകറ്റാനായിരിക്കും ഇബ്ലീസിന്റെ ശ്രമം. ആ ആയത്തിന്റെ അവസാനം അല്ലാഹ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിശ്ചയമായും അവൻ നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവാണ്. അവൻ നിങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള വ്യക്തമായ ശത്രുവാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഇബ്ലീസിന് ഹിഡൻ അജണ്ടകളൊന്നുമില്ല, ഇബ്ലീസിന് ഒളി അജണ്ടകളൊന്നുമില്ല. ഇബ്ലീസ് ഒരിക്കലും മുനാഫിക്കല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇബ്ലീസ് ഒരിക്കലും മുനാഫിക്കല്ല എന്നല്ല. ഇബ്ലീസ് അവന്റെ വർക്കിൽ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ അവൻ മുഖലിസാണ്. നല്ല ആത്മാർത്ഥമായിട്ടാണ് ഇബ്ലീസ് അവന്റെ പണി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുറവും അവൻ അതിൽ വരുത്തുന്നില്ല. ഒരു നിഫാഖും അവന്റെ വർക്കിൽ നമുക്ക് കാണാൻ കഴിയില്ല. നല്ല ഇഖ്ലാസോടുകൂടി, നല്ല സന്നദ്ധതയോടും സമർപ്പണത്തോടും കൂടിയാണ് ഇബ്ലീസും അവന്റെ കൂട്ടാളികളും അവന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇബ്ലീസിന്റെ അജണ്ട എന്താണെന്ന് പടച്ചവനോട് അവൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ ഇബ്ലീസ് തന്റെ നിയോഗം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്തിനു വേണ്ടിയാണ് എന്തിലേക്കാണ് താൻ ഫോക്കസ്, എന്താണ് തന്റെ ഫോക്കസ് എന്ന് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ ഒന്നടങ്കം വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിൽ രണ്ടിടത്ത്, സൂറത്ത് സ്വാദിലും സൂറത്ത് ഹിജ്റിലും പടച്ചവനും ഇബ്ലീസുമായി നടത്തുന്ന ദീർഘമായ സംഭാഷണം രണ്ട് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു 5-8 ആയത്തുകളിൽ, സൂറത്ത് സ്വാദിൽ ഏതാണ്ട് 73 മുതൽ 85 വരെയുള്ള 13-ഓളം ആയത്തുകളിൽ അതുണ്ട്. സൂറത്ത് ഹിജ്റിൽ 30 മുതൽ ഏതാണ്ട് 38 വരെ 41 വരെയുള്ള ആയത്തുകളിൽ അതുണ്ട്. ആ സംഭാഷണമാണ്. എന്ന് പറഞ്ഞാൽ ആദമിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഇബ്ലീസിന്റെ പടച്ചവന്റെ, അങ്ങനെ ഉണ്ടല്ലോ, ഇബ്ലീസിനോട് വിശദീകരണം തേടുന്നുണ്ടല്ല, ഒരു കാരണം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ വിശദീകരണം തേടലും ആ വിശദീകരണം തേടിക്കൊണ്ടുള്ള അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഇബ്ലീസ് നൽകുന്ന വിശദീകരണവും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് സൂറത്ത് സ്വാദിൽ 72 മുതൽ ആയത്ത് ഇബ്ലീസ് മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദയ്യ അസ്തക്ബർത അം കുൻത മിനൽ ആലിൻ. എന്താ ഇബ്ലീസ് എനിക്ക് പറ്റിയത്? അള്ളാഹ് ചോദിക്കണം, എന്താണ് നിന്നെ തടഞ്ഞത്? എന്റെ കൈകൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ നിന്നെ എന്താണ് അതിന് തടഞ്ഞത്? നീ വലിയ അഹങ്കാരിയായി പോയോ? അതല്ല, നീ അത്രക്കങ്ങട്ട് വലിയവനായി പോയോ? നീ അത്രക്കങ്ങ് വലുതായോ? ആലിയൻ, നീ അത്രക്കങ്ങട്ട് വലിയനായി പോയോ? അപ്പൊ ഇബ്ലീസ് അതിന് മറുപടി പറയുന്നുണ്ട്,
പടച്ചവനെ ഞാൻ അവനേക്കാളൊക്കെ ഉയർന്നവനല്ലേ. വംശീയതയുടെ ആ പ്രയോഗം അന്ന് ആരംഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെക്കാൾ തന്നെ മികച്ചവനായി കാണുന്ന ഈ വംശീയ ബോധം ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ആ അഹങ്കാരത്തിന്റെ വാക്കുകളാണ് ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞത്. ഞാൻ അവനേക്കാളൊക്കെ മികച്ചവനല്ലേ, നമ്മെ മറ്റുള്ളവരെക്കാൾ മികച്ചവനായി കാണുന്ന അഹംബോധമാണ് ഇബ്ലീസിന്റെ ആ നിഷേധത്തിന് കാരണമായി പറയുന്നത്. കാരണം എന്നെ നീ സൃഷ്ടിച്ചത് തീയിൽ നിന്നല്ലേ, അവനെ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നല്ലേ. അപ്പൊ സൃഷ്ടിപ്പിന്റെ പേരിൽ അഹങ്കാരം നടിച്ചു എന്നതാണ്. അള്ളാന്റെ അടുത്ത് അതിനൊരു സ്ഥാനമില്ലല്ലോ. പടച്ചവൻ അവിടെ വെച്ചുകൊണ്ട് ആട്ടിയോടിക്കപ്പെട്ടവനാണ് മാൻ. അതുകൊണ്ട് ഇവിടെ ഇനി ഒരു നിമിഷം കഴിച്ചു കൂട്ടാൻ നിനക്ക് അർഹതയില്ല. അതുകൊണ്ട് ഇറങ്ങിപ്പോകണം ഇവിടെ നിന്ന്. അന്ത്യനാൾ വരെ നിന്നിൽ എന്റെ ശാപം അതാണ് നിനക്കുണ്ടായിരിക്കുക. അഹങ്കാരത്തിനോട് അള്ളാഹുവിന്റെ സമീപനം എന്താണ് എന്ന് കൂടി ആ പടച്ചവന്റെ വചനത്തിൽ വ്യക്തമാകുന്നുണ്ട്. അഹങ്കാരികളോടും അഹങ്കാരമാകുന്ന ആ ദുസ്വഭാവത്തോടുമുള്ള പടച്ചവന്റെ നിലപാട് എത്രമാത്രം കടുത്തതാണെന്ന് ഇബ്ലീസിനോടുള്ള ഈ പ്രഖ്യാപനത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇബ്ലീസ് അള്ളാഹുവിനോട് പറയുന്നത് ഖാല റബ്ബി ഫഅൻലിർനി ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ പടച്ചവനെ എനിക്കൊരു അവസരം നൽകണം. ഖാല ഫഇന്നക മിനൽ മുൻദരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നീ നിന്റെ പണിയൊന്ന് ചെയ്തു നോക്ക്. അങ്ങനെ ഒരു വെല്ലുവിളി നടത്തുമ്പോണ്ടല്ലോ അള്ളാന്റെ ഒരു പ്രയോഗം. എന്നാ ഈ എനക്ക് പറ്റുന്ന ചോറ് നോക്ക്, ഈ എനക്ക് പറ്റുന്ന പണിയെടുത്തോ. പറയുന്നുണ്ട്, എന്നാൽ നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം, നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം. നിന്റെ അടിയാറുകളെ ഒന്നടങ്കം ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ അപ്പോഴും ഇബ്ലീസ് ഒഴിച്ചു നിർത്തുന്ന ഒരു വിഭാഗമുണ്ട്. പ്രിയമുള്ളവരെ, പടച്ചവന്റെ പ്രതാപത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് നിന്റെ അനുയായികളെ ഞാൻ വഴിപിഴപ്പിക്കുമെന്ന് പറയുമ്പോഴും ഇബ്ലീസ് ഒഴിച്ചു നിർത്തുന്ന ഒരു വിഭാഗമുണ്ട്. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിന്റെ നിഷ്കളങ്കരായ അടിയാറുകളെ അവരൊഴികെ അവരുടെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ വഴിപിഴപ്പിക്കാൻ ഞാൻ നിസ്സഹായനാണ്. ഞാൻ പിന്നെ അവരുടെ മുമ്പിൽ ഞാൻ പരാജിതനാണ്. അപ്പോ ഇബ്ലീസിന്റെ ഈ വെല്ലുവിളിക്ക് പടച്ചവൻ വീണ്ടും മറുപടി കൊടുക്കുന്നുണ്ട്. ഖാല ഫൽ ഹഖ് വൽ ഹഖ് അഖൂൽ, എന്നാൽ ഇതാണ് സത്യം, ഞാൻ പറയുന്നത് സത്യമല്ലാതെ മറ്റൊന്നും ഞാൻ പറയാറില്ല, ഞാൻ പറയുന്നത് സത്യം മാത്രമാണ്. അങ്ങനെ രണ്ടു തവണ സത്യത്തെ പിടിച്ച് ആണയിട്ട് കൊണ്ടെന്ന് പറയില്ല. അംല അന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, എന്നാൽ നിന്നെയും നിന്നെ പിന്തുടരുന്നവരെയും കൊണ്ട് നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് മറുപടിയും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതിന് സമാനമായ സ്വഭാവത്തിൽ ഈ സംഭാഷണം സൂറത്ത് ഹിജ്റിൽ 30-ാമത്തെ ആയത്ത് മുതൽ ഏതാണ്ട് 42-ാമത്തെ ആയത്ത് വരെ അവിടെ പറയുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി വ്യത്യസ്തമായി പറയുന്നത്, അവർക്ക് ഞാൻ ഭൂമിയിൽ ആകർഷകമായ രീതിയിൽ അവരെ ഞാൻ പ്രലോഭിപ്പിക്കും, എന്നിട്ട് ഞാൻ അവരെ വഴിപിഴപ്പിക്കും. അപ്പൊ അള്ള പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഖാല ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം, ഖാല ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവിയീൻ, എന്റെ വഴിയിൽ സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുന്ന വിഭാഗം, അവരുടെ കാര്യത്തിൽ നിനക്കൊരു അധികാരവും നിനക്കുണ്ടാവുകയില്ല എന്നുള്ള പറയുന്നത്. ഞാൻ പറയുന്നത് അള്ളാഹു ഇബ്ലീസിനെ കൊണ്ടും അവനെ പിന്തുടർന്നവരെ കൊണ്ടും നരകം നിറക്കുക തന്നെ ചെയ്യുമെന്ന് ഇബ്ലീസിന് കൊടുത്ത മറുപടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇബ്ലീസിന്റെ ആ വെല്ലുവിളിയിൽ പടച്ചവൻ നൽകിയ മുന്നറിയിപ്പ്, ആ മുന്നറിയിപ്പ് നമ്മൾ കാണണം. നരകം നിറക്കാൻ നിന്നുകൊടുക്കുന്നവരാകരുത് ഞാനും നിങ്ങളും എന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പടച്ചറബ് വിശുദ്ധ ഖുർആനിൽ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് ഒരുപാട് തവണ അല്ലാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ മുന്നറിയിപ്പിനെ മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് മാർഗഭ്രഷ്ടം സംഭവിക്കുകയില്ല. ഒന്നും രണ്ടും തവണയല്ല. പരിശുദ്ധ ഖുർആനിൽ പടച്ചറബ് പിശാചിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നമ്മൾ അറിയണം. അവൻ നമ്മുടെ അദുവ്വും മുബീനാണ് എന്ന്, തെളിഞ്ഞ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ് എന്ന് 9 തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. 9 തവണ. ആവർത്തനം അതിന്റെ ഗൗരവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ 3 സ്ഥലങ്ങളിലും, ഈ 9 തവണ അല്ലാഹു നമ്മോട് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതിൽ 3 സ്ഥലങ്ങളിലും വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത് ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവാണ്. സൂറത്തുൽ ബഖറയിലെ 168, 208 ആയത്തുകളിലും സൂറത്ത് അൻആമിലെ 142-ാമത്തെ ആയത്തിലും അതിൽ തന്നെ
ഈ 3 ആയത്തുകളിൽ രണ്ടിടത്തും മനുഷ്യന്റെ ആഹാരവുമായി ബന്ധപ്പെട്ട് കൂടിയാണ്, അഥവാ റിസ്ക്കുമായി ബന്ധപ്പെടുത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. നമ്മെ പിശാചിന് വഴിപിഴപ്പിക്കുവാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ സമ്പാദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ റിസ്ക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖല എന്നതുകൊണ്ടായിരിക്കുമല്ലോ രണ്ടിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിക്കുന്നത് യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബൻ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭൂമിയിൽ നൽകിയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് ഹലാലും ത്വയ്യിബും നിങ്ങൾ ആഹരിക്കുക. ഹലാലും ത്വയ്യിബും നിങ്ങൾ ആഹരിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. സൂറത്ത് ബഖറയിൽ 168, സൂറത്തുൽ അൻആം 142 ആയത്തിൽ അല്ലാഹു പറയുന്നു കുലൂ മിമ്മാ റസഖകുമുല്ലാഹ് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചത് നിങ്ങൾ തിന്നുകയും തിന്നുകൊള്ളുക, ആഹരിച്ചു കൊള്ളുക, പക്ഷേ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രാഥമികമായ ആഹാര കാര്യത്തിൽ പടച്ച റബ്ബ് നിശ്ചയിച്ചുള്ള വിധിവിലക്കുകൾ അതനുസരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇബ്ലീസിന്റെ ഇംഗിതത്തിന് നമ്മൾ വിധേയരായി പോകും എന്നതാണ്. ആഹാര കാര്യത്തിൽ അതിനാവശ്യമായ ഉപജീവന മാർഗത്തിൽ ഹലാലും ഹറാമും പടച്ച റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ ആകാം, എങ്ങനെയൊക്കെ ആയിക്കൂടാ, റബ്ബ് നിശ്ചയിച്ച പരിധികൾ നമ്മൾ അറിയണം. ആഹാരം ഹലാലല്ലാത്ത അവസ്ഥയിൽ പ്രിയമുള്ളവരെ നമ്മൾ ഭയപ്പെടണം. നമ്മുടെ പ്രാർത്ഥനകൾ പടച്ച റബ്ബിലേക്ക് ഉയരുകയില്ല, നമ്മുടെ അമലുകൾ അല്ലാഹു പരിഗണിക്കുകയുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ആ അർത്ഥത്തിൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് തന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പ്രവാചകരെ, എന്നെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് സഅദ് വന്നിട്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സഅദേ, നിന്റെ ഭക്ഷണം ശുദ്ധമാക്കുക എന്നതാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നത് വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം, തന്റെ വയറ്റിലേക്ക് നിഷിദ്ധമായ ഒരു ദിർഹം ഭക്ഷണം എറിയുമ്പോൾ 40 നാളത്തേക്ക് അവന്റെ പ്രാർത്ഥനകൾ പടച്ചവൻ പരിഗണിക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ കൽപ്പനയാണിത്. ഹക്കും ബാത്തിലും പരിഗണിക്കപ്പെടാത്ത കാലവും കോലവും കാലവും ലോകവും ജനതയും, ഹറാമും ഹലാലും വിഷയമേ അല്ലാത്ത മനുഷ്യൻ, അതിൽ വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ വ്യത്യാസമില്ല. നമ്മളിപ്പോ റമദാൻ പൂർത്തിയാക്കിയിട്ട് 4 നാളെ ആയിട്ടുള്ളൂ. അനുവദനീയമായ ആഹാരം അള്ളാഹുവിന്റെ കൽപ്പനകാരം വേണ്ടെന്ന് വെച്ചിട്ടാണല്ലോ നമ്മൾ നോമ്പെടുത്തത്. നോമ്പ് നമ്മിൽ ഉണ്ടാക്കേണ്ട സുപ്രധാനമായ ഒരു തീരുമാനം, നോമ്പ് നമ്മെ കൊണ്ട് എടുപ്പിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ ഒരു തീരുമാനം, ഇനി എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ വയറ്റിലേക്ക് അനുവദനീയമല്ലാത്തതൊന്നും ഞാൻ അനുഭവിക്കുകയില്ല, അനുവദനീയമല്ലാത്തതൊന്നും ഞാനോ എന്റെ കുടുംബാംഗങ്ങളോ കടിച്ചിറക്കുകയോ കുടിച്ചിറക്കുകയോ ചെയ്യുകയില്ല എന്ന ഒരു നിലപാട് എനിക്കും നിങ്ങൾക്കും എടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആഹാര കാര്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ അവഗണിക്കുന്നത് അത്യന്തം ഗൗരവത്തോടു കൂടിയാണ് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത ഈമാനും തഖ്വയും പടച്ചവനുമായി നമ്മൾ ഉണ്ടാക്കിയ ആഴത്തിലുള്ള ബന്ധവും ആ ഒരു ക്യാപിറ്റലുമായി തുടർന്നുള്ള ജീവിതത്തിൽ പടച്ചവന്റെ വിധികൾക്ക്, വിലക്കുകൾക്ക്, കൽപ്പനകൾക്ക്, നിരോധങ്ങൾക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആത്മീയമായ കരുത്തും ഊർജവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൈശാചികമായ എല്ലാ പ്രലോഭനങ്ങളെയും ഈമാനിന്റെ കരുത്തിൽ നിന്നുകൊണ്ട് അതിജീവിക്കുവാനുള്ള ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.